നമ്മളിവിടെ ലാസ്റ്റ് ചാപ്റ്റർ ട്രെയിനിങ് ആണ് കാണുന്നത്. ഇപ്പോൾ ട്രെയിനിങ് ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കുന്നത് അവരുടെ നോളജ് അതേപോലെ തന്നെ അവരുടെ സ്കില്ല് ഒക്കെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരു പെർട്ടിക്കുലർ ജോബ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നോളജ് സ്കില്ല് ഇതൊക്കെ ഇൻക്രീസ് ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടെയാണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കുക. ഇതിനകത്ത് ട്രെയിനിങ്ങിനെ കുറിച്ച് കുറേ ഡെഫിനിഷൻസ് ഉണ്ട്. അതിനകത്ത് എഡ്വിൻ ബി ഫ്ലിപ്പോയുടെ ഡെഫിനിഷൻ, training is the art of increasing the knowledge and skill of an employee for doing a particular job ആണ്. ഇതിനകത്ത് ഒരു ജോലി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നോളജ് അതേപോലെ തന്നെ സ്കില്ല് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ് ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുക. ദെൻ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഇങ്ങനെ രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ട്രെയിനിങ് എന്താ നമ്മൾ പറഞ്ഞു, ഒരു ജോലി ചെയ്യാൻ ആവശ്യമായുള്ള സ്കില്ലും നോളജൊക്കെ ഇൻക്രീസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ട്രെയിനിങ് കൊണ്ട് മെയിൻലി നമുക്ക് സ്കില്ലാണ് അക്വയർ ചെയ്യാൻ പറ്റുക. ഒരു കാര്യം എങ്ങനെ ചെയ്യണം എന്നതിനേക്കുള്ള സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക ട്രെയിനിങ്ങിലൂടെയാണ്. അതേസമയം അതിൻ്റെ തിയറിറ്റിക്കൽ നോളജ്, തിയറിറ്റിക്കലി നമ്മൾ ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് എഡ്യൂക്കേഷനിലൂടെയാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ നമുക്ക് തിയറിറ്റിക്കൽ നോളജ് തരുന്ന സമയത്ത് അത് പ്രാക്ടിക്കലി എങ്ങനെ ചെയ്യണം എന്നതിൻ്റെ സ്കില്ല് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുക ട്രെയിനിങ്ങിലൂടെയാണ്. ദെൻ നെക്സ്റ്റ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പറയുന്നുണ്ട്. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ഷോർട്ട് ടേമിൽ ഇപ്പോൾ ഒരു 6 months അല്ലെങ്കിൽ 1 year ട്രെയിനിങ് എടുക്കുകയും അതിനുള്ള നോളജ് സ്കില്ലും ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നതാണ് ട്രെയിനിങ്. അതേസമയം ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ എൻറ്റയർ ലൈഫിലൂടെ നമ്മൾ നേടുന്നതാണ്. അതായത് ഒരു ലോങ് ടേം പ്രോസസ്സാണ് ഡെവലപ്മെൻറ്റ്. ഒരു ദിവസം അല്ലെങ്കിൽ 6 months 3 months കൊണ്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നതല്ല. അതൊരു എന്താ പറയുക ലോങ് ടേം എഡ്യൂക്കേഷൻ പ്രോസസ്സാണ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് പറഞ്ഞു വെക്കുന്നത് നീഡ് ഫോർ ട്രെയിനിങ് ആണ്. എന്തിനാണ് ട്രെയിനിങ് എന്ന് നോക്കാം. നമുക്ക് ട്രെയിനിങ്ങിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് ഫസ്റ്റ് ന്യൂലി അപ്പോയിൻറ്റഡ് പേഴ്സൺ ആണ്. ഒരു ഓർഗനൈസേഷനിലേക്ക് പുതിയതായിട്ട് ആൾക്കാരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ആ വർക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് ട്രെയിനിങ് ആവശ്യമാണ്, ന്യൂലി അപ്പോയിൻറ്റഡ് പേഴ്സണ്. പിന്നെ എക്സിസ്റ്റിംഗ് എക്സ്പീരിയൻസ്ഡ് എംപ്ലോയീസ്, ഓർഗനൈസേഷനിൽ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് കാര്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നുകൂടെ ബെറ്ററായിട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ മറന്നുപോയത് ഒന്നുകൂടെ ഓർമ്മിക്കാനായിട്ടൊക്കെ അവർക്ക് ട്രെയിനിങ് ആവശ്യമാണ്. അപ്പോൾ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനും ട്രെയിനിങ് കൊടുക്കാറുണ്ട്. ദെൻ ടെക്നോളജിക്കൽ ചേഞ്ചസ്, നമ്മുടെ ഓർഗനൈസേഷനിൽ ഉപയോഗിക്കുന്ന ടെക്നോളജികളിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ അത് ഉപയോഗിക്കാനായിട്ട് പുതിയ രീതിയിലാണ് പുതിയ കാര്യങ്ങൾ ചെയ്യേണ്ടതെങ്കിൽ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ട്രെയിനിങ് ആവശ്യമാണ്. അപ്പോൾ ടെക്നോളജിക്കൽ ചേഞ്ചസ് വരുമ്പോൾ ട്രെയിനിങ് ആവശ്യമാണ്. പിന്നെ എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്, നമ്മുടെ ഓർഗനൈസേഷനിലെ ചുറ്റുപാടിൽ പല മാറ്റങ്ങൾ വരുന്നതനുസരിച്ച് നമ്മുടെ ഓർഗനൈസേഷനിൽ ചിലപ്പോൾ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടാവും, ഓർഗനൈസേഷൻ പുതിയ പ്രോഡക്റ്റ് ഇറക്കുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ നമ്മുടെ ഓർഗനൈസേഷൻ്റെ ചുറ്റുപാടിൽ മാറ്റങ്ങൾ വരുന്നതിനനുസരിച്ച് അത് ആ വർക്ക് ചെയ്യാനായിട്ട് എംപ്ലോയീസിന് ആവശ്യമായ ട്രെയിനിങ് കൊടുക്കണം. ദെൻ ഇൻറ്റേർണൽ മൊബിലിറ്റി, ഇൻറ്റേർണലി എംപ്ലോയീസിന് പ്രൊമോഷനും ട്രാൻസ്ഫറൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ പുതിയ ജോബിലേക്ക് പ്രൊമോഷനൊക്കെ കിട്ടുന്ന സമയത്ത് അവർക്ക് അതെങ്ങനെ ചെയ്യണം എന്നതിനുള്ള ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ ഇൻറ്റേർണൽ മൊബിലിറ്റി ഉള്ളപ്പോൾ ട്രെയിനിങ് ആവശ്യമാണ്. ദെൻ പ്രോബ്ലം റിലേറ്റഡ് വിത്ത് പ്രൊഡക്ഷൻ, നമ്മൾ പ്രൊഡക്ഷൻ വർക്ക് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ആക്സിഡൻറ്റ് ഉണ്ടാവുന്നു, അല്ലെങ്കിൽ ലോ പ്രൊഡക്ടിവിറ്റിയാണ്, ക്വാളിറ്റി എൻഷുർ ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയൊക്കെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഓവർകം ചെയ്യാനായിട്ട് ട്രെയിനിങ് ആവശ്യമാണ്. അപ്പോൾ ആ സമയത്തും ട്രെയിനിങ് കൊടുക്കും. ഇതൊക്കെയാണ് നീഡ് ഫോർ ട്രെയിനിങ്. ദെൻ നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രെയിനിങ് ആണ്. ട്രെയിനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ മെയിൻലി സ്കിൽ ആൻഡ് നോളജ് അക്യൂർ ചെയ്യാനാണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ട്രെയിനിങ്ങിലൂടെ നമുക്ക് എംപ്ലോയീസിൻ്റെ നോളജ് എൻഹാൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ അവർക്ക് ന്യൂ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പുതിയതായിട്ട് ഓർഗനൈസേഷനിലേക്ക് വരുന്ന എംപ്ലോയീസിൻ്റെ സ്കില്ലും നോളജും ഇൻക്രീസ് ചെയ്യുന്നു. അതിനനുസരിച്ച് അവർക്ക് നന്നായിട്ട് ബെറ്ററായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അടുത്തത് പറയുന്നത് അവരുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ചസ് കൊണ്ടുവരാൻ പറ്റും. കോ വർക്കേഴ്സിനോട്, സൂപ്പർവൈസേഴ്സിനോട്, ഓർഗനൈസേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് കൂടുതൽ അവർക്ക് മനസ്സിലാക്കാനും അതിനനുസരിച്ച് അവരുടെ ആറ്റിറ്റ്യൂഡിൽ ചേഞ്ചസ് കൊണ്ടുവരാനും സാധിക്കും. ദെൻ അടുത്തത് പറഞ്ഞു വെക്കുന്നത് എഫക്റ്റീവ്ലി അവരുടെ പൊസിഷനിൽ അവർക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പറ്റും. ഓർഗനൈസേഷൻ്റെ ഓവറോൾ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും.
ദെൻ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്ത് മെറ്റീരിയൽ, മെഷീൻ, എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അത് ഏറ്റവും എഫിഷ്യൻ്റ്ലി ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും. ആക്സിഡൻസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. സേഫായിട്ട് വർക്ക് ചെയ്യാൻ, ട്രെയിനിങ് കിട്ടിയ എംപ്ലോയീസിന് സേഫായിട്ട് വർക്ക് ചെയ്യാനും ആക്സിഡൻസ് റെഡ്യൂസ് ചെയ്യാനും സാധിക്കും. അവരുടെ ആ സ്കില്ല് ഓരോ എംപ്ലോയീസിൻ്റെയും കൂടുതൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് സഹായിക്കും. ഓൾ ദീസ് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ട്രെയിനിങ്. ദെൻ അടുത്തത് പറഞ്ഞു വെക്കുന്നത് ഇമ്പോർട്ടൻസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ട്രെയിനിങ് ആണ്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അതേപോലെ തന്നെ അഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ് വൺ പറയുന്നത് ഇൻക്രീസ് ഇൻ എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞ പോയിന്റ്സ് തന്നെയാണ്. അപ്പോൾ നല്ല ട്രെയിനിങ് കിട്ടിയ എംപ്ലോയീസ് വർക്ക് ചെയ്യും, അവരുടെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റിയും ഓട്ടോമാറ്റിക്കായിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അവർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എലിമിനേഷൻ ഓഫ് വേസ്റ്റേജ്. അവർ വർക്ക് ചെയ്യുമ്പം കൂടുതൽ വേസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ടാവില്ല, എല്ലാം ഒപ്റ്റിമൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ വേസ്റ്റേജ് കുറയ്ക്കാൻ പറ്റും. ലെസ് ലേണിംഗ് കോസ്റ്റ് ആൻഡ് പീരീഡ്. അപ്പോൾ നമ്മൾ ട്രെയിനിങ് കിട്ടിയ എംപ്ലോയീസിന് പിന്നീട് അത് എങ്ങനെയാണ് ഏതാ ചെയ്യേണ്ടതെന്നതിനെ കുറിച്ച് പഠിക്കുകയോ അല്ലെങ്കിൽ ട്രയൽ ആൻഡ് എറർ വീണ്ടും ശരിയാവുന്നുണ്ടോ എന്ന് നോക്കി അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ല. ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ കോസ്റ്റ് പിന്നെയും ചെയ്ത് നോക്കുമ്പോൾ വരുന്ന ആ കോസ്റ്റൊക്കെ കുറയ്ക്കാൻ പറ്റും. ലെസ് സൂപ്പർവിഷൻ. ട്രെയിനിങ് കിട്ടിയ എംപ്ലോയീസ് നന്നായിട്ട് വർക്ക് ചെയ്യും. പിന്നെ സൂപ്പർവൈസർ കൂടുതലായിട്ട് ഇങ്ങനെ ചെയ്യുന്നതിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ സൂപ്പർവൈസേഴ്സ് ഇല്ലെങ്കിലും ഇവർ നന്നായിട്ട് ചെയ്തോളും. ദെൻ അടുത്തത് ഹയർ എംപ്ലോയി മൊറൽ. ട്രെയിനിങ് കിട്ടിയ എംപ്ലോയി വളരെ ആത്മാർത്ഥതയോടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. അയാൾക്ക് മടിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്താ പറയുക, നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തോളും. എക്സ്ക്യൂസ് മീ. ദെൻ റിഡക്ഷൻ ഇൻ എംപ്ലോയി ഗ്രീവിയൻസ്. ഇനി എംപ്ലോയീസിൻ്റെ പരാതികളൊക്കെ കുറവായിരിക്കും. കാരണം ഓൾറെഡി അവർക്ക് ട്രെയിനിങ് കിട്ടി. അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാൻ അറിയാം. അപ്പോൾ ഇനി അത് എനിക്ക് പറ്റില്ല, ഇത് പറ്റില്ല എന്നുള്ള പരാതികളൊന്നും അവിടെ ഉണ്ടാവില്ല. നന്നായിട്ട് അവർ വർക്ക് ചെയ്യും. ദെൻ റിഡക്ഷൻ ഇൻ ആക്സിഡൻസ് ആൻഡ് ബ്രേക്ക് ഡൗൺസ്. ട്രെയിനിങ് കിട്ടിയ എംപ്ലോയീസ് വർക്ക് ചെയ്യുമ്പോൾ അവിടെ ബ്രേക്ക് ഡൗൺ ഒന്നും അധികം ഉണ്ടാവില്ല. ആക്സിഡൻസ് ഒന്നും ഇല്ലാതെ നന്നായിട്ട് അവർക്ക് മെറ്റീരിയൽസും മെഷീൻസും ഒക്കെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ റിഡക്ഷൻ ഇൻ ലേബർ ടേൺ ഓവർ ആബ്സെൻറ്റീസം. അപ്പോൾ ഇതിനകത്ത് ആൾക്കാർ വരാതിരിക്കുന്നത് അതേപോലെ തന്നെ അവിടുന്ന് പിരിഞ്ഞു പോകുന്നത് ഇതൊക്കെ കുറവായിരിക്കും. കാരണം എങ്ങനെ ചെയ്യണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. നമുക്ക് ഒരു കാര്യം എങ്ങനെ ചെയ്യണം നന്നായിട്ട് അറിയാമെങ്കിൽ അത് ചെയ്യാൻ നമുക്ക് താല്പര്യമായിരിക്കും. അപ്പോൾ വർക്കേഴ്സ്, എംപ്ലോയീസ്, ട്രെയിനിങ് കിട്ടിയവർ ഓർഗനൈസേഷനിൽ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നവരായിരിക്കും. അവർക്ക് അവിടെ നിന്ന് ലീവ് എടുക്കണമെന്നോ പിരിഞ്ഞു പോകണമെന്നോ അങ്ങനത്തെ ആഗ്രഹമൊന്നും ഉണ്ടാവില്ല. ദെൻ പേഴ്സണൽ ഡെവലപ്മെൻറ്റ്. ഒരു ട്രെയിനിങ് കിട്ടിയ എംപ്ലോയിയുടെ നോളജ്, സ്കില്ല് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നു, അതൊക്കെ നന്നായി ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ ഒരു പേഴ്സണൽ ഡെവലപ്മെൻറ്റ് അവിടെ അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും. ദെൻ ബെറ്റർ ഓർഗനൈസേഷണൽ ക്ലൈമറ്റ്. ട്രെയിനിങ് കിട്ടിയ എംപ്ലോയീസും അതേപോലെ തന്നെ എംപ്ലോയറും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. എംപ്ലോയർക്ക് ഇയാളൊന്നും ചെയ്യുന്നില്ല എന്നുള്ള പരാതി ഉണ്ടാവില്ല, നന്നായി ചെയ്യാൻ പറ്റുന്നുണ്ട്, ട്രെയിനിങ് കൊണ്ടാണെന്നുള്ള ധാരണ എംപ്ലോയിക്കും ഉണ്ട്. അപ്പോൾ അവർ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സ്. ഓർഗനൈസേഷൻ ട്രെയിനിങ് കിട്ടി കഴിഞ്ഞാൽ അവർ ഭാവിയിലേക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരു ഇൻറ്റേർണൽ സോഴ്സ് ആണ് ഈ എംപ്ലോയീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭാവിയിലേക്ക് ഇപ്പോഴേ ട്രെയിനിങ് കൊടുത്ത് എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്തിട്ടുള്ള എംപ്ലോയീസ് ഫ്യൂച്ചറിൽ പുതിയ പൊസിഷൻസ് ഒക്കെ വരുമ്പോൾ അവരെ കൂടുതൽ നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സോ ഓൾ ദീസ് ആർ ദ ഇമ്പോർട്ടൻസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ട്രെയിനിങ്. ദെൻ അടുത്തത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ടു എംപ്ലോയീസ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു ട്രെയിനിങ് കിട്ടിയ എംപ്ലോയിക്കുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? അയാളുടെ സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും. അതേപോലെ തന്നെ ഏതൊരു ജോബ് കൊടുത്താലും അത് ബെറ്ററായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ അയാൾക്ക് കൂടുതലായിട്ട് ഏൺ ചെയ്യാനായിട്ട്, നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഒരാൾക്ക് കൂടുതൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. മെഷീൻസ് ഒക്കെ സേഫായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ദെൻ ന്യൂ അസൈൻമെൻറ്റ്സ് എന്തെങ്കിലും അയാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വളരെ കോൺഫിഡൻറ്റോടെ കൂടെ ചെയ്തു തീർക്കാനായിട്ട് പറ്റും. പിന്നെ ട്രെയിനിങ് കിട്ടിയ എംപ്ലോയീസിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അയാൾക്ക് പ്രൊമോഷൻസ് എളുപ്പം നേടാനായിട്ട് പറ്റും. ന്യൂ സോഫിസ്റ്റിക്കേറ്റഡ് ടെക്നോളജീസ് ഒക്കെ ഉപയോഗിക്കാനുള്ള ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഏത് ടെക്നോളജി കൊടുത്താലും അത് ഉപയോഗിക്കാനുള്ളൊരു സ്കില്ല് അക്വയർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ സ്ട്രെസ്, ടെൻഷൻ, ഫ്രസ്ട്രേഷൻ, കോൺഫ്ലിക്റ്റ് ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഒരു ട്രെയിൻഡ് എംപ്ലോയിക്ക് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രെസ്സൊക്കെ വന്നാൽ അത് കൂടുതലായിട്ട് അയാളെ എഫക്റ്റ് ചെയ്യില്ല, നന്നായിട്ട് കൈകാര്യം ചെയ്യാനായിട്ട് അയാൾക്ക് സാധിക്കും. ദെൻ ഇറ്റ് ഹെൽപ്സ് ദ എംപ്ലോയി ഇൻ മേക്കിംഗ് ബെറ്റർ ഡിസിഷൻ ആൻഡ് സോൾവിങ് പ്രോബ്ലം എഫക്റ്റീവ്ലി. അപ്പോൾ അതിനകത്ത്
എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ തീരുമാനം എടുക്കാനും അതേപോലെ തന്നെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ സോൾവ് ചെയ്യാനൊക്കെ എംപ്ലോയിക്ക് സാധിക്കും. കാരണം അയാൾക്ക് അതിനാവശ്യമുള്ള ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഈസ് ട്രെയിനിങ് പ്രോസസ്സ്. എന്തൊക്കെയാണ് ട്രെയിനിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ട്രെയിനിങ്ങിൽ വേണ്ടത്, അതിൻ്റെ പ്രോസസ്സാണ് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് അസസ്മെൻറ്റ് ഓഫ് ട്രെയിനിങ് നീഡ്സ് ആണ്. നമ്മൾ ട്രെയിനിങ്ങിൻ്റെ ആവശ്യകത എത്രമാത്രം ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം. എംപ്ലോയീസിന് ട്രെയിനിങ് കൊടുക്കേണ്ടതുണ്ടോ, എന്തുകൊണ്ടാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ വിലയിരുത്താൻ അസസ് ചെയ്യാം. അസസ്മെന്റ് ഓഫ് ട്രെയിനിങ് നീഡ്സിൽ നമ്മൾ അസസ് ചെയ്യുന്നത് ഓർഗനൈസേഷണൽ അനാലിസിസും അതേപോലെ തന്നെ ഓപ്പറേഷണൽ അനാലിസിസും മാൻ അനാലിസിസും കണ്ടക്ട് ചെയ്തുകൊണ്ടാണ്. ഈ ഓർഗനൈസേഷനിൽ ഓരോ കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ തരത്തിലുള്ള ജോബ്സ് ആണുള്ളത്, അതിൽ എങ്ങനത്തെ ആൾക്കാരെയാണ് വേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ ജോബ് ചെയ്യുന്നതിന് വേണ്ടി ട്രെയിനിങ് ആൾക്ക് കൊടുക്കേണ്ടതുണ്ടോ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അസസ്മെന്റ് ഓഫ് ട്രെയിനിങ് നീഡ്സിൽ ഈ 3 കാര്യങ്ങൾ അനാലിസിസ് നടത്തിയിട്ട് ട്രെയിനിങ്ങിൻ്റെ ആവശ്യകത മനസ്സിലാക്കും. അടുത്തത് നമ്മൾ പറഞ്ഞു വെക്കുന്നത് സെക്കൻഡ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഒബ്ജക്റ്റീവ്സ് ആണ്. ട്രെയിനിങ് പ്രോസസ്സിൽ സെക്കൻഡ് പ്രോസസ്സ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വളരെ ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കണം. അവർക്ക് നോളജ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണോ, അല്ല സ്കിൽ ഇൻക്രീസ് ചെയ്യാനാണോ, അതോ പുതിയ ടെക്നോളജി ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണോ, അതേപോലെ തന്നെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ട്രെയിനിങ് അവർക്ക് അവൈലബിൾ ആക്കുന്നത് എന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ് കൃത്യമായിട്ട് സെറ്റ് ചെയ്യണം. ദെൻ ഡിസൈനിങ് ട്രെയിനിങ് പോളിസി. ഇപ്പോൾ ഈ ട്രെയിനിങ് കൊടുക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് കൊടുക്കേണ്ടത്, എന്താണ് അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഒരു പോളിസി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ അതിനകത്ത് ഉണ്ടാവുക എന്താണ് ഈ ട്രെയിനിങ് കൊടുത്തതിന് ശേഷം എംപ്ലോയിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, റിസൾട്ട് എക്സ്പെക്റ്റഡ്, ട്രെയിനിങ് നീഡഡ്, ടൈപ്പ് ഓഫ് ട്രെയിനിങ് നീഡഡ്, ടൈം ആൻഡ് പ്ലേസ് ഓഫ് ട്രെയിനിങ്, എങ്ങനത്തെ ട്രെയിനിങ് ആണ്, എവിടെയാണ് അത് കൊടുക്കേണ്ടത്, ഏത് പ്ലേസിലാണ്, ട്രെയിനിങ് പ്രയോറിറ്റീസ്, എങ്ങനത്തെ ട്രെയിനിങ് ആണ്, അതേപോലെ തന്നെ ആർക്കാണ് ട്രെയിനിങ് ആവശ്യം എന്നുള്ളതിൻ്റെ പ്രയോറിറ്റി ഡിറ്റർമിൻ ചെയ്യണം. എംപ്ലോയീസിന് ട്രെയിനിങ്ങിൻ്റെ സമയത്ത് റെമ്യൂണറേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, അതേപോലെ തന്നെ ഈ ട്രെയിനിങ് കൊടുക്കാനായിട്ട് പുറമേ നിന്ന് ആളെ കൊണ്ടുവരണോ, ഔട്ട്സൈഡ് ഏജൻസിയുമായിട്ട് നമ്മൾ അസോസിയേറ്റ് ചെയ്യണോ, ഈ കാര്യങ്ങളൊക്കെ ഡിസൈനിങ് ട്രെയിനിങ് പോളിസിയിൽ തീരുമാനിക്കും. ദെൻ ഫോർത്ത് പ്രോസസ്സ് എന്ന് പറയുന്നത് ഡിസൈനിങ് ട്രെയിനിങ് പ്രോഗ്രാമാണ്. അപ്പോൾ ഇവർക്ക് കൊടുക്കേണ്ട ട്രെയിനിങ് പ്രോഗ്രാമിന് നമ്മൾ എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഏത് സമയത്താണ്, എപ്പോഴാണ്, എത്ര പേർക്കാണെന്നുള്ളതൊക്കെ ഡിസൈൻ ചെയ്യാം. ദെൻ ഫിഫ്ത്ത് വൺ ഫിക്സിങ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ട്രെയിനിങ്. ട്രെയിനിങ് വെറുതെ കൊടുക്കാൻ പറ്റില്ല, അതിൽ ഓരോ കാര്യങ്ങൾ ആരൊക്കെ ചെയ്യണം എന്നുള്ളതിൻ്റെ റെസ്പോൺസിബിലിറ്റി കൃത്യമായി ഫിക്സ് ചെയ്ത് ഓരോരുത്തർക്ക് അസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റ് അതിൻ്റെ പോളിസികളും കാര്യങ്ങളൊക്കെ നടപ്പാക്കും, പ്രോഗ്രാമൊക്കെ. അപ്പോൾ അതേപോലെ തന്നെ പൈസ മുടക്കുന്നതൊക്കെ ടോപ്പ് ലെവലായിരിക്കും. അപ്പോൾ അവരെ ആ കാര്യങ്ങളൊക്കെ തീരുമാനിക്കും. ദെൻ ഇൻസ്ട്രക്ഷൻ ഒക്കെ കൊടുക്കുന്നത് എംപ്ലോയി റിലേറ്റഡ് ആയതുകൊണ്ട് പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കും. അപ്പോൾ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റീസ് എടുക്കും. ദെൻ ലൈൻ സൂപ്പർവൈസേഴ്സിനും ഓരോ കാര്യങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ള ചുമതലയുണ്ടാവും. അപ്പോൾ അവർക്കത് കൊടുക്കുക. പിന്നെ പാർട്ടിസിപ്പൻസിന് ഫീഡ്ബാക്ക് ഒക്കെ കൊടുത്ത് അവരിൽ നിന്ന് സജഷൻസ് ഒക്കെ സ്വീകരിക്കുക. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തം ഉണ്ട്, അത് കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അതാണ് ഫിക്സിങ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ട്രെയിനിങ്. സിക്സ്ത് വൺ ഈസ് സെലക്ഷൻ ഓഫ് ട്രെയിനീസ്. ഇനി ആർക്കാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്, ആ എംപ്ലോയീസ് ആരൊക്കെയാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. സ്കിൽഡ് ആയിട്ടുള്ളവരാണോ, അൺസ്കിൽഡ് ആയിട്ടുള്ളവരാണോ, എങ്ങനെയുള്ള ആൾക്കാരാണോ അവരെ നമ്മൾ സെലക്ട് ചെയ്യുക. ദെൻ വൺ ഈസ് പ്രിപ്പറേഷൻ ഓഫ് ട്രെയിനിങ്. ട്രെയിനിങ്ങിനെ പ്രിപ്പയർ ചെയ്യുക. അപ്പം നമ്മൾ കൊടുക്കുന്ന ട്രെയിനറിനെയും പ്രിപ്പയർ ചെയ്യണം, അതേപോലെ തന്നെ ആർക്കാണോ ട്രെയിനിങ് ലഭിക്കേണ്ട ആ ട്രെയിനീസിനെയും പ്രിപ്പയർ ചെയ്യണം. രണ്ടുപേരെയും പ്രിപ്പയർ ചെയ്യാം. ദെൻ അടുത്തത് സെലക്ഷൻ ഓഫ് ട്രെയിനിങ് മെത്തേഡാണ്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് ഉണ്ട്. ഓൺ ദ ജോബ്, ഓഫ് ദ ജോബ്, അങ്ങനെ കുറേ ട്രെയിനിങ് മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിലേത് ആണ് നമ്മൾ ട്രെയിനിങ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന രീതി, അത് സെലക്ട് ചെയ്യാം. ദെൻ ഡിസൈനിങ് ദ ട്രെയിനിങ് കോഴ്സ്. ട്രെയിനിങ് കോഴ്സ് സെലക്ട് ചെയ്യാം, ഡിസൈൻ ചെയ്യാം. അതായത് എന്തൊക്കെയാണ് ഈ ട്രെയിനിങ്ങിൽ കൊടുക്കേണ്ട കണ്ടന്റുകൾ, കേസ് സ്റ്റഡി വേണോ, നോട്ട്സ് എന്തൊക്കെയാണ്, ചാർട്ടുകൾ എന്തൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാം. പിന്നെ ബഡ്ജറ്റും പ്രിപ്പയർ ചെയ്യണം. ട്രെയിനിങ് കോഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ എത്രയാണ് ഇതിന് വരുന്ന ചിലവ്, ഇതിൻ്റെ പാക്കേജ് എത്രയാണെന്നുള്ളത് തീരുമാനിക്കും. 10th പ്രോസസ്സ് എന്ന് പറയുന്നത് റൂൾസ് ഫോർ കണ്ടക്ടിങ് ട്രെയിനിങ്. ട്രെയിനിങ് വെറുതെ കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. ട്രെയിനിങ്ങിന് വരുന്ന ആൾക്കാരൊക്കെ തോന്നിയ പോലെയൊക്കെ ചെയ്യും, നമ്മൾ കൃത്യമായിട്ടൊരു പോളിസി അതിന് റൂള് തീരുമാനിച്ചിട്ടില്ലെങ്കിൽ. അപ്പോൾ റൂൾസ് ഫോർ കണ്ടക്ടിങ് ട്രെയിനിങ് ആണ് അടുത്തത്. അപ്പോൾ കൃത്യമായി ടൈം ടേബിൾ ഉണ്ടാവണം. ഓരോരുത്തരെയും പേഴ്സണലി അറ്റൻഷൻ കൊടുത്ത് ഓരോരുത്തരെയും ശ്രദ്ധിക്കണം. വർക്ക് ഓരോരുത്തർ എന്ത് ചെയ്യണം എന്ന് ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവണം.
ദെൻ ടൈമിങ് എപ്പോഴൊക്കെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് കൃത്യമായ ടൈമിംഗ് ഉണ്ടാവണം. എംപ്ലോയ്മെൻറ്റ് വർക്കേഴ്സിന് വർക്ക് അലോട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവണം. ഇപ്പം അതിനകത്ത് എന്താ പറയുക, എന്തെങ്കിലും ഡൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിച്ച് കൃത്യമായിട്ട് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവണം. ഇതൊക്കെയാണ് ഇതിനകത്ത് റൂൾസ് ഫോർ കണ്ടക്ടിങ് ട്രെയിനിങ്. അടുത്ത പ്രസൻറ്റേഷനാണ്. അപ്പം നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്ന സമയത്ത് കാര്യങ്ങൾക്കൊക്കെ അവർക്ക് പറഞ്ഞും കാണിച്ചൊക്കെ കൊടുത്താണ് പ്രസൻറ്റ് ചെയ്യാൻ. അപ്പോൾ അതിനകത്ത് ഡെമോൺസ്ട്രേഷൻ, ഇല്ലുസ്ട്രേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവർക്ക് കാണിച്ചു കൊടുത്തും പറഞ്ഞും ഓഡിയോ ആയിട്ടും വീഡിയോ ആയിട്ടൊക്കെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് പ്രസൻറ്റേഷൻ. ദെൻ എക്സാമിനേഷൻ ഓഫ് പെർഫോമൻസ്. ഇപ്പോൾ ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് ഇവരെങ്ങനെ പെർഫോം ചെയ്യുന്നു, ഈ പറഞ്ഞ രീതിയിലൊക്കെ ഇവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് എക്സാമിൻ ചെയ്യുക. അതാണ് എക്സാമിനേഷൻ ഓഫ് പെർഫോമൻസ്. പിന്നെ ഇപ്പോൾ ഈ ട്രെയിനിങ് പ്രോഗ്രാമാണ്, നമ്മൾ അതിൻ്റെ പ്രോസസ്സാണ് ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതുണ്ടോ എന്നുള്ളത് ഫീഡ്ബാക്ക് നോക്കി മിസ്റ്റേക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് ഫോളോ അപ്പ്. ഇതിനകത്ത് ഇപ്പോൾ നമ്മളൊരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഇന്ന സമയത്ത് ഇന്ന പോലെ ചെയ്യണം, ഇതാണ് ചിലവാക്കേണ്ട പൈസ, ഈ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. ഇന്ന ആൾക്കാണ് ട്രെയിനിങ് കൊടുക്കേണ്ടത്, കൊടുക്കേണ്ട ആൾ ഇന്നതാണെന്നൊക്കെ തീരുമാനിച്ചു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ മതിയോ, എന്തെങ്കിലും മാറ്റം വേണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് ഫോളോ അപ്പ് എന്ന് പറയുന്നത്. ഇത്രയാണ് പ്രോസസ് ഓഫ് ട്രെയിനിങ്. അടുത്തത് പറഞ്ഞു വെക്കുക ടൈപ്സ് ഓഫ് ട്രെയിനിങ് ആണ്. എന്തൊക്കെയാണ് ടൈപ്സ് ഓഫ് ട്രെയിനിങ്ങിൽ നോക്കാം. ടൈപ്സ് ഓഫ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ രീതിയിലുള്ള ട്രെയിനിങ് ആണ് ഉള്ളത്. ഓറിയന്റേഷൻ ട്രെയിനിങ് ഉണ്ട്. ഓറിയന്റേഷൻ എല്ലാവർക്കും അറിയാം. ഒരു പുതിയ എംപ്ലോയിക്ക് ആ ഓർഗനൈസേഷനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് കൊടുക്കുന്ന ട്രെയിനിങ് ആണ് ഓറിയന്റേഷൻ ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ എംപ്ലോയി, ന്യൂ എൻട്രൻസ് ഓഫ് എംപ്ലോയി, പുതിയതായിട്ട് ഓർഗനൈസേഷനിലേക്ക് എൻട്രി ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കുന്ന ട്രെയിനിങ് ആണ് ഓറിയന്റേഷൻ. അതിന് നമ്മൾ ഇൻഡക്ഷൻ ട്രെയിനിങ് എന്നും പറയും. അപ്പോൾ ആ ഓർഗനൈസേഷൻ്റെ ഹിസ്റ്ററി, അതിൻ്റെ പ്രോഡക്റ്റ്, അവരുടെ കമ്പനിയുടെ സ്ട്രക്ചർ, ഡിപ്പാർട്ട്മെന്റ്സ് ഓരോന്ന് ഏത് ലൊക്കേഷനിലാണുള്ളത്, അവരുടെ പോളിസികൾ എന്തൊക്കെയാണ്, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണുള്ളത്, റൂൾസ് ആൻഡ് റെഗുലേഷൻ എന്താണ്, എന്തൊക്കെ ഓർഡേഴ്സ് ആണ് ഇപ്പോൾ ഉള്ളത്, ഗ്രീവിയൻസ് പ്രൊസീജിയർ എന്താണ്, സേഫ്റ്റി മെഷേഴ്സ് എന്തൊക്കെയാണ്, അങ്ങനെ എല്ലാ ഓർഗനൈസേഷൻ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ഒരു ഐഡിയ ലഭിക്കുന്നതിന് കൊടുക്കുന്ന ട്രെയിനിങ് ഓറിയന്റേഷൻ ട്രെയിനിങ്. അടുത്ത ജോബ് ട്രെയിനിങ് ഉണ്ട്. ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മളൊരു ജോബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനാവശ്യമായ സ്കില്ല്, നോളജ് ഇതൊക്കെ നമുക്ക് അക്വയർ ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ് ആണ് ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് പെർഫോമൻസ്, നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാനായിട്ട് പറ്റും. ദെൻ ക്രാഫ്റ്റ് ട്രെയിനിങ്, ക്രാഫ്റ്റ് വർക്കുകൾ, ക്രാഫ്റ്റ്മാനെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ട്രെയിനിങ് ആണ് ക്രാഫ്റ്റ് ട്രെയിനിങ് എന്ന് പറയുന്നത്. സേഫ്റ്റി ട്രെയിനിങ്, ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ആക്സിഡൻസ് ഒന്നും ഉണ്ടാവാതെ, മെഷീനറിയിൽ നിന്ന് ഡാമേജോ ബ്രേക്ക് ഡൗൺ ഒന്നും ആവാതെ സേഫ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് ലഭിക്കുന്ന ട്രെയിനിങ് സേഫ്റ്റി ട്രെയിനിങ്. അടുത്ത പ്രൊമോഷണൽ ട്രെയിനിങ്, നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന പൊസിഷനിൽ നിന്ന് ഹയർ പോസ്റ്റിലേക്ക് പ്രൊമോഷൻ ലഭിക്കാനായിട്ടുള്ള ട്രെയിനിങ് ആണ് പ്രൊമോഷണൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. ദെൻ റിഫ്രഷർ ട്രെയിനിങ്. റിഫ്രഷർ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഓൾറെഡി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനിടയിൽ നമുക്ക് ആ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്ക് ഒന്നുകൂടെ ബെറ്റർ ആക്കി ചെയ്യാൻ വേണ്ടിയിട്ട്, നമ്മളൊന്ന് ഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട്, റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നൽകുന്ന ട്രെയിനിങ് ആണ് റിഫ്രഷർ ട്രെയിനിങ് എന്ന് പറയുന്നത്. ദെൻ റെമഡിയൽ ട്രെയിനിങ്. റെമഡിയൽ ട്രെയിനിങ് എന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി ആ കാര്യങ്ങൾ ചെയ്യാൻ അറിയാം, അതിന് ഒന്നുകൂടെ ബെറ്റർ ആക്കുക, അതിനെ കറക്റ്റ് വേയിൽ, നമ്മളിപ്പോൾ ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അതിനെയൊക്കെ റെക്ടിഫൈ ചെയ്തുകൊണ്ട് അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യാനായിട്ടുള്ള ട്രെയിനിങ് ആണ് റെമഡിയൽ ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടൈപ്സ് ഓഫ് ട്രെയിനിങ്ങിൽ പറഞ്ഞു വെക്കുന്നത്. ദെൻ അടുത്തത് ഫാക്ടേഴ്സ് ടു ബി കൺസിഡർ വൈൽ സെലക്ടിങ് ട്രെയിനിങ് മെത്തേഡാണ്. ട്രെയിനിങ് മെത്തേഡ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കൺസിഡർ ചെയ്യണം, ആ ഒരു മെത്തേഡ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മുടെ ജോലിക്ക് നമ്മൾക്ക് ചെയ്യുമ്പോൾ ആ ഒരു ജോലിയിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ അതൊക്കെ നൽകുന്ന ഒരു ട്രെയിനിങ് മെത്തേഡ് വേണം നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ട്രെയിനിങ് മെത്തേഡ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് പറയുന്നത്. സ്കിൽ റിക്വയർഡ്, ആ ജോബ് ചെയ്യാനുള്ള സ്കില്ല്, ക്വാളിഫിക്കേഷൻ ഓഫ് കാൻഡിഡേറ്റ്സ്, കോസ്റ്റ് ഓഫ് ട്രെയിനിങ്, പീരീഡ് ഓഫ് ടൈം അവൈലബിൾ ഫോർ ട്രെയിനിങ്, ഡെപ്ത് ഓഫ് നോളജ് റിക്വയർഡ്, പർപ്പസ് ഓഫ് ട്രെയിനിങ്, ബാക്ക്ഗ്രൗണ്ട് ഓഫ് ട്രെയിനിങ്, nature and size of the group to be trained, nature of the job and type of employees. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വേണം. ഇപ്പോൾ ഈ ജോബിന് ആവശ്യമുള്ള സ്കിൽ എന്താണ്, ഈ കാൻഡിഡേറ്റിൻ്റെ ക്വാളിഫിക്കേഷൻ എന്തായിരിക്കണം, ട്രെയിനിങ്ങിന് എത്ര എമൗണ്ട് ചിലവാക്കാൻ പറ്റും, അതിന് എത്ര നാളുകൊണ്ടാണ് ഈ ട്രെയിനിങ് കൊടുക്കേണ്ടത്, എന്ത് നോളജാണ് ഈ ട്രെയിനിങ് കഴിയുമ്പോൾ ഇവർക്ക് ലഭിക്കേണ്ടത്, എന്താണ് ഈ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും, എങ്ങനത്തെ എംപ്ലോയീസിനാണ്, ഏത് ജോബ് ചെയ്യാനാണ് ട്രെയിനിങ്, ഇതൊക്കെ നോക്കിയിട്ട് വേണം
ഏത് രീതിയിലുള്ള ട്രെയിനിങ് വേണം ഇവർക്ക് കൊടുക്കാനെന്ന് തീരുമാനിക്കാനായിട്ട്. അപ്പോൾ മെത്തേഡ് ഓഫ് ട്രെയിനിങ് സെലക്ട് ചെയ്യുമ്പം ഈ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്യണം. Then next we can see about methods of training. Training methods ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ about 9 methods of training ആണുള്ളത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ്. സോ ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത് ജോലി ചെയ്തുകൊണ്ട് തന്നെ ട്രെയിനിങ് നേടുക എന്നുള്ളതാണ് ഓൺ ദ ജോബ് ട്രെയിനിങ്. അപ്പോൾ ഇതിനകത്ത് വർക്കർ ഈസ് പ്ലേസ്ഡ് ഓൺ എ റെഗുലർ ജോബ് ആൻഡ് ട്രെയിനിങ് ഈസ് ഗിവൺ ബൈ ഹിം ഹിസ് ഇമ്മീഡിയറ്റ് സൂപ്പർവൈസർ അറ്റ് ദ വർക്കിംഗ് പ്ലേസ് ഇറ്റ് സെൽഫാണ്. ജോലി ചെയ്തുകൊണ്ട് തന്നെ ആ ജോലി ചെയ്യാനുള്ള ട്രെയിനിങ് നേടുന്നതാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അയാൾ ശരിക്കും അയാളെ അവിടെ അപ്പോയിൻറ്റ് ചെയ്ത് ജോലി ചെയ്യാണ് അയാൾ, അതിൻ്റെ കൂടെ അയാൾക്ക് ട്രെയിനിങ് കൂടെയാണ് ലഭിക്കുന്നത്. അപ്പോൾ അതിനെയാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓൺ ദ ജോബ് ട്രെയിനിങ് അയാൾക്ക് ലഭിക്കുന്ന രീതി എന്ന് പറയുന്നത് കോച്ചിങ്. സൂപ്പർവൈസർ അയാളെ കോച്ച് ചെയ്യും, കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അയാൾക്ക് ആവശ്യമുള്ള സ്കില്ലും നോളജും ഡെവലപ്പ് ചെയ്യും. കോച്ചിങ്. അണ്ടർ സ്റ്റഡി, അയാളെ ഒബ്സർവ് ചെയ്തും എക്സ്പീരിയൻസിലൂടെയും അയാൾ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുന്നതാണ് അണ്ടർ സ്റ്റഡി എന്ന് പറയുന്നത്. ദെൻ ജോബ് ഓർ പൊസിഷൻ റൊട്ടേഷൻ, ഒരാളെ ഒരു ജോബിൽ അപ്പോയിൻറ്റ് ചെയ്തു, അതിന് അയാൾക്ക് ആ ഓർഗനൈസേഷനിൽ ഡിഫറെൻറ്റ് ജോബിലേക്ക് അയാളെ മാറ്റി മാറ്റി റൊട്ടേറ്റ് ചെയ്ത് അവിടെയുള്ള എല്ലാ ജോബ്സിനെ കുറിച്ചും ഒരു ഐഡിയ അയാൾക്ക് ലഭിക്കുന്നതാണ് ജോബ് പൊസിഷൻ റൊട്ടേഷൻ എന്ന് പറയുന്നത്. പൊസിഷൻ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഈ 3 രീതിയിലാണ് ഓൺ ദ ജോബ് ട്രെയിനിങ് അയാൾക്ക് ലഭിക്കുക. ദെൻ സെക്കൻഡ് മെത്തേഡ് ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണ്. ഓഫ് ദ ജോബ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ ജോലി വേറെ ആയിരിക്കും, ജോലിയുടെ കൂടെയല്ല ട്രെയിനിങ് ലഭിക്കുന്നത്. ട്രെയിനിങ് ലഭിച്ചതിന് ശേഷമാണ് അയാളെ ആ ജോബിലേക്ക് അപ്പോയിൻറ്റ് ചെയ്യുക. അപ്പോൾ ട്രെയിനിങ് വേറെ ആയിട്ട് ലഭിക്കും. അപ്പോൾ ശരിക്കും ഒരു ഓർഗനൈസേഷനിൽ എങ്ങനെയാണോ അയാൾ പെർഫോം ചെയ്യേണ്ടത് അതുപോലെ ഒരു സിറ്റുവേഷൻ, അതേപോലെ ഒരു ട്രെയിനിങ് സെൻറ്റർ ഉണ്ടാവും. അപ്പോൾ അവിടെ വെച്ചിട്ട് അയാൾക്ക് ട്രെയിനിങ് ലഭിക്കുന്നതാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ്. അപ്പോൾ ജോലിക്ക് പുറമെയാണ് ഇത് ലഭിക്കുന്നത്. So a classroom is arranged inside the premise of the company. Training programs are carried out in this classroom. ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഓഫ് ദി ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒരു ക്ലാസ് റൂം അല്ലെങ്കിൽ ഒരു പ്ലേസ് അറേഞ്ച് ചെയ്തിട്ട് അവിടെ ട്രെയിനിങ് ലഭിക്കുന്നത്. അത് ആ ജോബ് ചെയ്യുന്ന ആ പ്ലേസിലല്ല, അതിൽ നിന്നും വിട്ട് അതിൻ്റെ തൊട്ടടുത്തോ എവിടെയെങ്കിലും ഒരു ക്ലാസ് റൂം പോലെ അറേഞ്ച് ചെയ്തിട്ട് അവിടെ ട്രെയിനിങ് കൊടുക്കുന്നതാണ് ഓഫ് ദി ജോബ് ട്രെയിനിങ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് ഓഫ് ദി ജോബ് ട്രെയിനിങ് അവൈലബിൾ ആവുന്ന നോക്കുക. സ്പെഷ്യൽ കോഴ്സസ്, അതായത് ഒരു കോഴ്സായിട്ട് ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളതിൻ്റെ ഒരു 6 months കോഴ്സായിട്ട് അങ്ങനെയൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നതാണ് സ്പെഷ്യൽ കോഴ്സ്. ദെൻ കോൺഫറൻസ്, അപ്പോൾ ഇതിനകത്ത് എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ ലെക്ചേഴ്സൊക്കെ കൊടുക്കുകയും ഡിസ്കഷൻസ് നടത്തുകയൊക്കെ ചെയ്യുന്നതാണ് കോൺഫറൻസ്. പിന്നെ കേസ് സ്റ്റഡി, മുൻകാലങ്ങളിൽ ഓരോ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഓരോരുത്തർ ചെയ്തിട്ടുള്ളത് എന്നതിനെക്കുറിച്ച് പഠനം നടത്തി ആ ഒരു സ്കില്ല് അക്യൂർ ചെയ്യുന്നതാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ദെൻ സെമിനാറുകൾ അറ്റൻഡ് ചെയ്യുക, ഈ എന്താണോ നമ്മുടെ ജോലി ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് സെമിനാറുകൾ കണ്ടക്ട് ചെയ്യുന്നിടത്ത് അത് അറ്റൻഡ് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരായിരിക്കും കാര്യങ്ങൾ പറഞ്ഞു തരിക, അപ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. റോൾ പ്ലേയിങ്, ആ ഓർഗനൈസേഷനിൽ ഒരു എന്തൊക്കെ എംപ്ലോയീസ് എന്തൊക്കെയാണോ ചെയ്യുന്നത് ആ റോളിൽ നമ്മൾ ചെയ്തുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാണ് റോൾ പ്ലേയിങ്. ദെൻ സെൻസിറ്റിവിറ്റി ട്രെയിനിങ്. സെൻസിറ്റിവിറ്റി ട്രെയിനിങ് എന്ന് പറയുന്നത് ഇതിനകത്ത് നമുക്ക് പല രീതിയിലുള്ള ബിഹേവിയറും ഇമോഷൻസൊക്കെയാണ് ഉണ്ടാവുക. അപ്പം നമ്മൾ അതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ചില സമയത്ത് ചില ഇമോഷൻസ് ഒന്നും പ്രകടിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എങ്ങനെ കൺട്രോൾഡായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്, അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് സെൻസിറ്റിവിറ്റി ട്രെയിനിങ്. ദെൻ ലെക്ചർ, ക്ലാസ്സുകൾ ലെക്ചറിങ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതാണ് ലെക്ചറിങ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഓഡിയോ വിഷ്വൽസ് ആണ്. ഓഡിയോ വിഷ്വൽസ് എന്ന് പറയുന്നത് നമുക്ക് ഓഡിയോ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതാണ് ഓഡിയോ. അതേപോലെ തന്നെ വീഡിയോ ആയിട്ട് നമുക്കത് കാണിച്ചു തരും. അപ്പം അങ്ങനെ കാര്യങ്ങൾ കേട്ടും കണ്ടും പഠിക്കാൻ പറ്റുന്നതാണ് ഓഡിയോ വിഷ്വൽസിൽ. ദെൻ സിമുലേഷൻ, ആ റിയൽ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുന്നതാണ് സിമുലേഷൻ എന്ന് പറയുന്നത്. റിയൽ വർക്കിംഗ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാം, എന്നിട്ട് അതിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്ത് പഠിക്കുക, അതാണ് സിമുലേഷൻ. ദെൻ അടുത്തത് ലബോറട്ടറി ട്രെയിനിങ് ആണ് ലാസ്റ്റ് വൺ. അതായത് ലബോറട്ടറി വർക്ക് അതെങ്ങനെ ചെയ്യണം അതിനുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്യുക.
ആ ട്രെയിനിങ്ങിലൂടെ, അതാണ് ലബോറട്ടറി ട്രെയിനിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഓഫ് ദ ജോബ് ട്രെയിനിങ്ങിൽ. ഈ രീതിയിലൊക്കെ നമുക്ക് ട്രെയിനിങ് ലഭിക്കും. ദെൻ ട്രെയിനിങ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ്ങിൽ മൂന്നാമത്തത് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് ആണ്. വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത് കുറേ ആൾക്കാരെ ഒന്നിച്ച് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ, ഇപ്പോൾ ഒരു 6 monthsലേക്ക് അല്ലെങ്കിൽ ഒരു 1 yearലേക്ക് ഒരു പർട്ടിക്കുലർ എന്താ പറയുക ഓർഗനൈസേഷനിൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യുക. അതാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എഞ്ചിനീയറിങ്ങിൻ്റെ കോച്ചിങ്ങിന്, എൻട്രൻസ് കോച്ചിങ്ങിന് ഇപ്പോൾ 6 months ഒരു സ്ഥലത്ത് പോയി നിന്ന് പഠിക്കുക. അപ്പോൾ അവിടെ അത് പഠിക്കാനായിട്ട് വന്നവരായിരിക്കും എല്ലാവരും അങ്ങനെ. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പം ബാങ്കിലേക്ക് നമ്മൾ ജോലി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് 6 months ട്രെയിനിങ്. അപ്പോൾ അതിനുള്ള ആൾക്കാരെല്ലാവരും ഒന്നിച്ച് നിന്ന് അവിടെ ട്രെയിനിങ് ലഭിക്കുക. അപ്പോൾ അങ്ങനെയുള്ളതാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും നമ്മുടെ എങ്ങനെയാണ് നമ്മൾ ജോലി ചെയ്യേണ്ടത് അതേപോലത്തെ ഒരു ജോലി സിറ്റുവേഷൻ, ആ വർക്ക് പ്ലേസ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ കുറേ ആൾക്കാരെ ആ ജോലിക്ക് എന്താ പറയുക തയ്യാറാവുന്ന കുറേ ആൾക്കാരെ ഒന്നിച്ച് റിയൽ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് അവിടെ ട്രെയിനിങ് കൊടുക്കുന്നതാണ് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ എന്തൊക്കെ എക്യുപ്മെൻ്റ് ആണോ റിയൽ ജോബിൽ നമ്മൾ ഉപയോഗിക്കേണ്ടത് ആ എക്യുപ്മെൻറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് ട്രെയിനിങ് ലഭിക്കും. അപ്രൻറ്റീസ് ട്രെയിനിങ്, നമ്മുടെ എഡ്യൂക്കേഷൻ കഴിഞ്ഞിട്ട് അത് റിലേറ്റഡ് ചെയ്തിട്ട് പ്രാക്ടിക്കൽ വർക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതാണ് അപ്രൻറ്റീസ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ശരിക്കും അത് ചെയ്യുന്ന ആൾക്കാർ സ്റ്റൈഫൻഡോട് കൂടെയാണ് ആ വർക്ക് ചെയ്യുക. സ്റ്റൈഫൻഡ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പേയ്മെൻറ്റ് കൊടുക്കും. അപ്പോൾ അങ്ങനെ സ്റ്റൈഫൻഡോട് കൂടെ ആ ജോലി ചെയ്യാനുള്ള പ്രാക്ടീസാണ് അപ്രൻറ്റീസ് ട്രെയിനിങ് എന്ന് പറയുക. പിന്നെ ക്ലാസ് റൂം ട്രെയിനിങ്, നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മൾ കാര്യങ്ങൾ കണ്ട് കേട്ട് പഠിക്കുന്നതാണ് ക്ലാസ് റൂം ട്രെയിനിങ് എന്ന് പറയുക. ഡിസ്കഷനിലൂടെയും കേസ് സ്റ്റഡിയൊക്കെ ഉണ്ടാവും. പിന്നെ ലേണർ ട്രെയിനിങ്. ലേണർ ട്രെയിനിങ് എന്ന് പറയുന്നത് നമുക്ക് സെമി സ്കിൽഡ് ആയിട്ടുള്ള ജോബുകൾക്ക് അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ ലഭിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വൊക്കേഷണൽ സ്കൂളുകളിലൊക്കെ എഡ്യൂക്കേഷൻ്റെ കൂടെ തന്നെ അവർക്ക് അതെങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ട്രെയിനിങ് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതാണ് ലേണർ ട്രെയിനിങ് എന്ന് പറയുക. പിന്നെ ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ്, നമ്മുടെ എഡ്യൂക്കേഷന് ശേഷം അതിൻ്റെ എന്താ പറയുക ഏതെങ്കിലും ഓർഗനൈസേഷനുമായിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊളാബറേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഇപ്പോൾ ബാങ്കുമായിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻഡസ്ട്രി ആയിട്ടാണെങ്കിൽ അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് നാൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കി പഠിക്കാനായിട്ട് ഇൻറ്റേൺഷിപ്പ് എടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഇൻറ്റേൺഷിപ്പ് ട്രെയിനിങ്. പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ്, കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കി പഠിക്കാം. കമ്പ്യൂട്ടർ ബേസ്ഡ് ട്രെയിനിങ്ങും. പിന്നെ എല്ലാം ഓൺലൈനാണ് ഇന്ന്. ഇപ്പോൾ ട്രെയിനിങ് നമുക്ക് ഓൺലൈനിലൂടെ ലഭിക്കുന്നതാണ് ഇ ലേണിംഗ് അല്ലെങ്കിൽ ട്രെയിനിങ് ഓൺലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഓൺലൈനിലൂടെ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക, അതാണ് ട്രെയിനിങ് ഓൺലൈൻ എന്ന് പറയുക. ഇത്രയും കാര്യങ്ങളാണ് മെത്തേഡ്സ് ഓഫ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ദെൻ അടുത്തതെന്ന് പറയുന്നത് ലാസ്റ്റ് പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ HRM ഇൻ ദ പോസ്റ്റ് ഗ്ലോബലൈസേഷൻ ഇറയാണ്. പോസ്റ്റ് ഗ്ലോബലൈസേഷൻ ഇറ, ഗ്ലോബലൈസേഷന് ശേഷം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്നുള്ളതാണ്. നമുക്കറിയാം ഗ്ലോബലൈസേഷന് ശേഷം നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ലാൻഡ് ലേബർ ക്യാപിറ്റൽ ഓർഗനൈസേഷൻ എന്നുള്ളത് ഏത് രാജ്യത്തേക്കും നമുക്കിതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഏത് രാജ്യത്തെ എംപ്ലോയീസിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും, നമുക്ക് ഏത് രാജ്യത്ത് പോയിട്ട് വേണമെങ്കിലും വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ ഗ്ലോബലൈസേഷനിലൂടെ നമുക്ക് സാധ്യമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്ലോബലൈസേഷന് ശേഷം അത്ര ഈസി ടാസ്ക് അല്ല. കാരണം ഒരു ഓർഗനൈസേഷനിൽ പല സ്ഥലങ്ങളിൽ നിന്നുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരെയെല്ലാം മാനേജ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാനേജർക്ക് ഉണ്ടായിരിക്കണം. കാരണം വൈവിധ്യമായിട്ടുള്ള ആ ഒരു എന്താ പറയുക എംപ്ലോയീസാണ് ഉണ്ടാവുക. എല്ലാവരുടെയും സ്വഭാവ സവിശേഷതയുള്ള ബിഹേവിയർ എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം ഡിഫറെൻറ്റ് നാഷനിൽ നിന്ന് വരുന്നവരായതുകൊണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ മാനേജ് ചെയ്യുക എന്നുള്ളൊരു ടാസ്ക് നമ്മുടെ മാനേജർക്കുണ്ട് എന്നുള്ളതാണ് HRM ഇൻ ദ പോസ്റ്റ് ഗ്ലോബലൈസേഷൻ ഇറ പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ HRM പറഞ്ഞു വെക്കുന്നത് ഫസ്റ്റ് മാനേജിങ് കൾച്ചറൽ ഡൈവേഴ്സിറ്റിയാണ് പറയുക. അതായത് പല കൾച്ചറിലുള്ള ആൾക്കാരെ മാനേജ് ചെയ്യേണ്ട ഒന്നാണ് ഗ്ലോബലൈസേഷന് ശേഷം മാനേജർമാർ ഫേസ് ചെയ്യുന്ന ഒന്ന്. അതേപോലെ തന്നെ മാനേജിങ് എക്സ്പാട്രിയേറ്റ്സ് എന്ന് പറയുന്നത് പീപ്പിൾ ഹു ലീവ്സ് ഔട്ട്സൈഡ് ദ നേറ്റീവ് കൺട്രിയാണ്. അപ്പോൾ നമ്മുടെ രാജ്യത്തുള്ളവരായിരിക്കില്ല, പല രാജ്യങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവരെല്ലാം മാനേജ് ചെയ്യാമെന്ന് പറയുന്നൊരു സിറ്റുവേഷനുണ്ട്. പിന്നെ എംപ്ലോയ്മെൻറ്റ് ലോസ്, ഓരോ രാജ്യത്തിൻ്റെയും എംപ്ലോയ്മെൻറ്റ് നിയമങ്ങളെന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് ഉള്ള കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ എംപ്ലോയി എന്ത് ചെയ്തിരിക്കണം, ഏത് രാജ്യത്താണോ അയാൾ വർക്ക് ചെയ്യുന്നത് ആ രാജ്യത്തെ
എംപ്ലോയിയുടെ സംബന്ധിച്ച നിയമങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് അയാൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ മാനേജിങ് ഔട്ട്സോഴ്സിങ് ഓഫ് എംപ്ലോയീസ്. ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിനുണ്ട് നമ്മുടെ ഇവിടെ അതിനുള്ള നോളജും കാര്യങ്ങളും അറിയുന്ന ആൾക്കാരില്ല എങ്കിൽ നമുക്ക് പുറമേ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഔട്ട്സോഴ്സ് ചെയ്യുന്ന ആൾക്കാർ നമുക്ക് മാനേജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ മാനേജിങ് വെർച്വൽ എംപ്ലോയീസ്. ഇപ്പോൾ ഓരോ രാജ്യക്കാരും ഓരോ സ്ഥലത്തൊക്കെ ആണെങ്കിൽ അവർക്ക് അവിടെ പോയിട്ട് മാനേജ് ചെയ്യാന്ന് പറയുന്നത് എളുപ്പമല്ല. അപ്പം നമ്മൾ വെർച്വലി ഓൺലൈനായിട്ടും കാര്യങ്ങൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെവിടെയാണോ ആ ഒരു സ്ഥലത്തേക്ക് നമുക്ക് ഇൻഫോർമേഷൻ സെൻഡ് ചെയ്തുകൊണ്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. പിന്നെ എവിടെ ആണെങ്കിലും ഇവർക്ക് കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പോൾ സമൂഹത്തോടും കോർപ്പറേറ്റ് ബിസിനസ്സിനോടൊക്കെ എന്താ പറയുക, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് സമൂഹത്തോടുള്ള റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാനായിട്ട് മാനേജേഴ്സ് ശ്രമിക്കണം. അത് MNCs കൂടുതലായിട്ട് ചെയ്യേണ്ടതാണ്. ദെൻ കോപ്പിംഗ് വിത്ത് ഫ്ലെക്സിബിൾ വർക്കിംഗ് ഹവേഴ്സ്. എംപ്ലോയീസിന് അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വർക്കിംഗ് ഹവേഴ്സ് പ്രൊവൈഡ് ചെയ്യാം. അതായത് ഷിഫ്റ്റൊക്കെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് എംപ്ലോയീസിന് പറ്റുന്ന രീതിയിലുള്ള സമയം അലോ ചെയ്ത് കൊടുക്കുക. ദെൻ എവല്യൂഷൻ ഓഫ് മോർ പാർട്ട് ടൈം ആൻഡ് ടെമ്പററി വർക്ക്. അപ്പോൾ ഇതിനകത്ത് ആൾക്കാർക്ക് എല്ലാവർക്കും, അതായത് വീട്ടിലുള്ള വുമൻസിന് അതേപോലെ തന്നെ സ്റ്റുഡൻസിന് ഇവർക്കൊക്കെ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വർക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. പിന്നെ പുതിയ ടെക്നോളജീസ് ഇതൊക്കെ ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അവരെ പ്രാപ്തരാക്കുക. ഇതൊക്കെ ചെയ്യേണ്ടത് മാനേജേഴ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഗ്ലോബലൈസേഷൻ കൊണ്ട് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദെൻ ലാസ്റ്റ് വൺ പറയുന്നത് ചേഞ്ചിങ് പെർസ്പെക്റ്റീവ് ഫ്രം സബോർഡിനേറ്റ് ടു ബിസിനസ് പാർട്ട്ണർ. അപ്പോൾ അതായത് നമ്മുടെ ജോലിക്കാർ സബോർഡിനേറ്റ്സ് അല്ല, നമ്മുടെ പാർട്ട്നേഴ്സ് ആണ് എന്നുള്ളൊരു കൺസിഡറേഷൻ കൊടുത്തുകൊണ്ട് വേണം അവരെ കൊണ്ട് വർക്ക് ചെയ്യിക്കാനായിട്ട് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ കാണുന്നത്.